ഇങ്ങനെ ടി വി കണ്ടിരുന്നപ്പം പായസം കുടിക്കാൻ തോന്നിയേ. അപ്പോൾ ഞാൻ പായസം എല്ലാം ചൂടാക്കി കൊണ്ടുവന്നിരുന്നു, പക്ഷേ ഞാൻ സ്പൂൺ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ എൻ്റെ പുത്രനെ വിളിക്കാൻ പോവുകയാണ് സ്പൂൺ ഒന്ന് എടുത്തുകൊണ്ട് വന്ന് തരാൻ. ഇപ്പോൾ അവൻ കാണിക്കുന്ന പരിപാടി ഒന്ന് കാണണേ. അപ്പോൾ എല്ലാ പ്രാവശ്യവും അവൻ എന്നെ ഇങ്ങനെ പറ്റിക്കാറുണ്ട്. ഇത്തവണ ഞാൻ ഓർത്തൊന്ന് റെക്കോർഡ് ചെയ്യാമെന്ന്. അപ്പോൾ കണ്ടോ അവൻ എന്താ കാണിക്കുന്നതെന്നേ. അപ്പുക്കുട്ടാ, അപ്പൂസേ, ഒന്ന് വന്നേടാ. അപ്പോൾ മമ്മിക്ക് സ്പൂൺ എടുത്തോണ്ട് വരാം അവിടെ കഴിക്കാൻ. അപ്പോൾ കണ്ടോണേ, സ്പൂണൊന്നും ആയിരിക്കത്തില്ല കൊണ്ടുവരുന്നത്. എന്തോടാ അത്? ഇതെങ്ങനെയാടാ സ്പൂണാവുന്നത്? ഇത് വെച്ച് ഞാൻ എങ്ങനെയാടാ ഞാൻ കഴിക്കുന്നേ? എനിക്ക് സ്പൂൺ താടാ. ഇത് സ്പൂണായിരിക്കത്തില്ല. Let me guess. Oh my god, these are spoons. പക്ഷേ ഇത് not an eating spoon. This is what? Like a measuring spoon. അല്ലേ? ഇത് വെച്ച് മമ്മി എങ്ങനെയാ കഴിക്കുന്നത്? So many spoons in it. How will I eat with this? അങ്ങനെ എങ്ങനെയാ ഞാൻ കഴിക്കുന്നത്? എനിക്ക് സ്പൂൺ വേണം. എൻ്റെ പേഷ്യൻസ് മാക്സിമം ടെസ്റ്റ് ചെയ്യും ഈ ഒരു സ്പൂണിൽ. അവസാനം ഞാൻ തന്നെ ഇപ്പോൾ എടുക്കുന്ന അവസ്ഥയാവും. ഇതും സ്പൂൺ ആയിരിക്കത്തില്ല. ഇതെന്തുവാ? ഇതെങ്ങനെയാടാ? ഇന്ന് ഞാൻ എന്താടാ ചെയ്യണ്ടേ? എനിക്ക് സ്പൂൺ കൊണ്ടുപോടാ. ഇപ്പോഴും കൊണ്ടുവരത്തില്ല. മിക്കവാറും ഇത്തവണ സ്പൂണിലെ ഏറ്റവും ചെറിയ സ്പൂണായിരിക്കും കൊണ്ടുവരുന്നത്. ഐ എം ഷുവർ. ഐ നോ മൈ സൺ. ആസ് ഐ ഗെസ്റ്റ്. സി, ഒരു വിരലിൽ അടങ്ങുന്ന സൈസിലുള്ള സ്പൂൺ കൊണ്ടുവന്നു. എന്തുവാടാ ഇത്? ഇത് നിന്റെ വായിക്ക് പോലും ചെറുതാണല്ലോടാ. കഴിക്കാനുള്ള സ്പൂൺ കൊണ്ടോ അപ്പോ? പ്ലീസ് അപ്പോ, പ്ലീസ്. ഇതെങ്കിൽ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. സാരമില്ല മമ്മ, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇനി എനിക്ക് വയ്യ, എനിക്ക് വേണ്ട. Oh, finally I got a spoon. Thank you അപ്പു. ഇത് വെച്ചെങ്കിലും മമ്മ ഇനി ഒന്ന് കഴിക്കട്ടെ. നിനക്ക് വേണോ പായസം?